വെൽക്കം ടു RS Astro Tarot. കന്യാ രാശിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. കറണ്ട് പീരീഡ് നല്ലൊരു സമയം കാണിക്കുന്നത്, വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു സമയമാണ് കാണിക്കുന്നത്. അല്പം പനി കാര്യങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് മാറുന്നുണ്ട് തന്നെ. താൽക്കാലികമായിട്ട് ബാക്കിയുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളിലും ഇമോഷണൽപരമായിട്ടും എല്ലാം വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ടൈമാണ് കാണിക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ അസുഖങ്ങളെ ഇഗ്നോർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ വരുന്ന 1-2 മാസത്തിനുള്ളിൽ വളരെ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്തൊക്കെയോ ചിന്തിച്ച് മനസ്സ് വളരെ ടെൻസ്ഡായിട്ടുള്ളൊരു സമയം കൂടാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ നേരിടാൻ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും മാറ്റാനും ശ്രമിക്കേണ്ടതാണ്. ജോലിയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനോ ഉദ്ദേശിക്കുന്ന ശമ്പളം അതായത് ശമ്പള വർധന എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള ചാൻസാണ് വരുന്നത് 1-2 മാസത്തിനുള്ളിൽ കാണിക്കുന്നത്. അതുകൂടാതെ ബിസിനസ് പരമായിട്ടും വലിയ നേട്ടങ്ങൾ ഇല്ലാത്ത ഒരു സമയമാണ് വരുന്ന കാലഘട്ടം കാണിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നല്ലതാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചല്ല പറയുന്നത്. വരുന്ന ടൈമിലുള്ള ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ അല്പം പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. വളരെ സ്ലോ ആകാതെ അല്പം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ ചിന്തിച്ച് അതിനുള്ള ടൈം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ ഫൈനാൻഷ്യലി ഒരു നല്ലൊരു ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നോട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് തിങ്ങാണ്. അതായത് ബിസിനസ് പരമായിട്ടും ഏത് തരത്തിലും കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ആളുകളോട് സംസാരിച്ച് കാര്യങ്ങൾ ലോജിക്കലി അവതരിപ്പിക്കാൻ സ്വയം ആദ്യം പ്രിപ്പയർ ചെയ്യുക. സെൽഫ് നമ്മളെന്താ പറയുന്നത്, ഒരു അല്പം എന്താണ് അതിനനുസരിച്ച് വേണ്ടിയിട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ, പരീക്ഷയാണെങ്കിൽ നോട്ട്സൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് അത് അവതരിപ്പിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എഴുതുന്നതാണ് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ സഹായമുണ്ട്. അങ്ങനെ അത്രയും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഭഗവാന്റെ തരത്തിൽ നിന്നും ഹെൽപ്പ് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് സെക്കൻഡ് കാർഡ് കാണിക്കുന്നത്. ഉറക്കത്തിൽ ഇമ്പോർട്ടൻ്റ്, പെട്ടെന്ന് ആക്ഷൻ ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ചിന്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ശുഭകരമായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷന് അധികം നാൾ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം.